സ്ത്രീയെ സഹായിക്കുന്ന തരത്തിലേക്ക് ഇത് ഉയർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരിക്കലും ഒരു സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് കുടുംബത്തിനുള്ളിലും പുറത്തും മെച്ചപ്പെട്ട ഒരു സ്ഥാനം കൈവരിക്കുന്നതിന് സ്ത്രീകളെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ കാണണം. ഇതൊക്കെ ഇരിക്കലും വ്യക്തികളെന്ന രീതിയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീയുടെ ജീവിത നിലവാരത്തിന് വ്യത്യാസം കൈവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ സാമ്പത്തിക സ്വാശ്രയത്വം കൊണ്ട് മാത്രം സ്ത്രീകൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ നിലവിൽ അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസമത്വങ്ങളെ നേരിടുന്നതിന് ഏറ്റവും പ്രധാനമായതും ഒന്നാമത്തേതുമായ മാർഗം സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് അവളെ സഹായിക്കുന്ന എന്തിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന്, അവ സംരക്ഷിക്കുന്നതിന്, മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്നതിന്, ഇതിനൊക്കെ വലിയ ഒരാളവോളം അവളെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക സ്വാശ്രയത്വത്തിന്റെ പ്രാധാന്യം. സ്ത്രീകളുടെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം തന്നെയാണോ വനിതാ വികസന കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളെ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഒരു കഴിവുണ്ട്. ആ കഴിവിന്റെ മുഴുവൻ ലെവലിലും അവളെ ഉയർത്തുന്നതിന് സഹായകരമായ മീഡിയമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കാണുന്നത് സാമ്പത്തിക സ്വാശ്രയത്വത്തിന് വേണ്ടി അവളെ സഹായിക്കുക എന്നുള്ളത്. ഞങ്ങൾ സ്വയം തൊഴിൽ വായ്പയാണ് അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഒരുപാട് സ്വയം തൊഴിൽ വായ്പകളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് ഞങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ ദേശീയ ധനകാര്യ കോർപ്പറേഷൻ ഉണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ സ്വന്തം ഫണ്ട് ഈ ഒരു സ്വയം സംരംഭക വായ്പയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഒരു വിഹിതം തരുന്നുണ്ട്. ദേശീയ ധനകാര്യ കോർപ്പറേഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ന്യൂനപക്ഷം, പിന്നോക്കം, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതോടൊപ്പം തന്നെ സഫായി കർമ്മചാരി എന്ന് പറയും, അതായത് വൃത്തിയാക്കൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. ഇത്രയുമാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ദേശീയ ധനകാര്യ കോർപ്പറേഷൻ. ഇതിനൊക്കെ പുറമെ മുന്നാക്ക സമുദായങ്ങളിൽ തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരാണ് ഫണ്ട് തരുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വന്തം ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 7 ഏജൻസികളുടെ ഫണ്ടിങ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ സ്ത്രീകളെ സഹായിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യാപ്തി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1600 കോടി രൂപയാണ് ഞങ്ങൾക്ക് ഇതിനകം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. 2 ലക്ഷത്തിലധികം സ്ത്രീകളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് നമ്മൾ ഇതിലൂടെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും 1.5 ലക്ഷത്തിലധികം സ്ത്രീകളെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരം തൊഴിലിനാണ് ഈ വായ്പ കൊടുക്കുന്നത്? ഞങ്ങളുടെ അടുക്കൽ വരുന്നവരും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ്. അവർ പലപ്പോഴും ചെറിയ സംരംഭങ്ങളാണ് തുടങ്ങുന്നത്. ചെറിയ തയ്യൽ ശാലകൾ തുടങ്ങുന്നവരുണ്ട്, റെഡിമെയ്ഡ് ഷോപ്പുകൾ തുടങ്ങി കൃഷി അങ്ങനെ എടുക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ രീതിയിലാണ്. ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് IT-ൽ സ്റ്റാർട്ടപ്പുകൾ പോലും വരുന്നുണ്ട്. ഒരു കൂട്ടർ സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുളത്തിലെ പായലിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡുമായിട്ട് വന്നിട്ടുള്ള ഒരാളെ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. സ്ത്രീകൾ വന്നാൽ ഞങ്ങൾ അവരെ നിരാശപ്പെടുത്തി മടക്കി അയക്കുന്നില്ല. ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കോർപ്പറേഷൻ ചിന്തിക്കുന്നത്. അതായത് ഒരു ആശയവുമായിട്ട് ആളുകൾ വരികയാണെങ്കിൽ ആ ഒരു ആശയത്തിന്റെ സാധ്യത നമ്മൾ ആദ്യം അന്വേഷിക്കുക. അതെ, സംസ്ഥാനത്തൊട്ടാകെയുള്ള സ്ത്രീകൾ സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ട് വേണം സംരംഭങ്ങളിലേക്ക് പോകാൻ. അപ്പൊ ആ ഒരു പഠനത്തിന്റെ അപര്യാപ്തത ഞങ്ങൾ കണ്ടു. അപ്പൊ അത് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് നമ്മളൊരു പ്രോജക്ട് കൺസൾട്ടൻസി വിങ് തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കതിന് ഗവൺമെന്റിന്റെ അനുമതി വന്നിട്ടുണ്ട്. ആ പ്രോജക്റ്റിന്റെ ലക്ഷ്യം തന്നെ ഒരു സ്ത്രീ ഒരു സ്വയം സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ ആ സംരംഭം അവള് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അത് അവിടെ ചേരുന്നതാണോ, അതല്ല മറ്റൊരു പ്രോജക്റ്റ് ആണോ അവൾക്ക് നല്ലതെന്നുള്ളത് അവൾക്ക് ഉപദേശം കിട്ടേണ്ടതുണ്ട്. അപ്പൊ ഞങ്ങൾ മാത്രമല്ല, വിവിധ ഫണ്ടിങ് ഏജൻസികളും ബാങ്കുകളും കേരളത്തിലുണ്ട്. അപ്പൊ ഏത് ഫണ്ടിങ് ഏജൻസിക്കായിരിക്കും അവളുടെ ഒരു സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ അവൾക്ക് ഏറ്റവും ഉത്തമം എന്ന് അവൾക്ക് ഒരു ഉപദേശം ആവശ്യമുണ്ട്. തുടങ്ങാൻ ഉപദേശം വേണം. പിന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സഹായം വേണം. തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നിലനിർത്തി പോകണമെന്നുള്ളതിന് അവൾക്ക് ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട് പഠിച്ചിരിക്കണം, മാർക്കറ്റിംഗ് ആസ്പെക്ട് പഠിച്ചിരിക്കണം, മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം വേണം. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു പ്രോജക്ട് കൺസൾട്ടൻസി വിങ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തോടെ ഞങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ആശയമുള്ള ഒരു സ്ത്രീ നമ്മളെ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ആ ആശയവുമായിട്ട് എവിടെ വരണം? അതൊരു സംരംഭമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് 3 മേഖലാ ഓഫീസുകളാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫീസുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 ഞങ്ങൾക്ക് മേഖലാ ഓഫീസുകളുണ്ട്.
ഇതിനു പുറമെയുള്ള 11 ജില്ലകളിൽ ജില്ലാ ഓഫീസുകളുമുണ്ട്. അപ്പൊ ആ ജില്ലാ ഓഫീസുകളിൽ ഇവർക്ക് സമീപിക്കാവുന്നതാണ്. വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസ്. തീർച്ചയായിട്ടും ജില്ലാ ഓഫീസുകളുണ്ട്. എല്ലാം തന്നെ ജില്ലാ ആസ്ഥാനത്താണ്. ഇത് കൂടാതെ ഞങ്ങൾക്ക് 2 ജില്ലകളിൽ സബ് ജില്ലാ ഓഫീസുകളും കൂടെയുണ്ട്. അതായത് കോഴിക്കോട് പേരാമ്പ്രയിൽ ഞങ്ങൾക്ക് ഒരെണ്ണമുണ്ട്, തൃശ്ശൂർ ചേലക്കരയിലും ഞങ്ങൾക്കൊരു സബ് ജില്ലാ ഓഫീസുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ. ഇത് കൂടാതെ ഇവർക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയാൽ ഒട്ടുമിക്ക കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് www.kswtc.org എന്നുള്ളതാണ് ഞങ്ങളുടെ വെബിന്റെ വിലാസം. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വിവരങ്ങളും അവിടെ കിട്ടും. അപേക്ഷാ ഫോറം ആണെങ്കിലും ഫ്രീ ആയിട്ടാണ്, അല്ലാതെ അതിന് പൈസ വാങ്ങിക്കുന്നത്. അത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ മാത്രമല്ല, നമ്മൾ സമീപഭാവിയിൽ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനും ഓൺലൈൻ ഡിസ്ബേഴ്സ്മെന്റിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ, കുറച്ചുകൂടി ഞങ്ങൾ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് അവര് ഇതിന്റെ കൂടെ സമർപ്പിക്കേണ്ടത്? സാധാരണഗതിക്ക് ഒരാളുടെ പേഴ്സണൽ വിവരങ്ങൾ അടങ്ങുന്ന രേഖ ഉറപ്പായിട്ടും അപേക്ഷ ഫോറത്തിൽ വെക്കേണ്ടതുണ്ട്. ഫോട്ടോ, ആധാർ, തിരിച്ചറിയലിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ വേണ്ടതുണ്ട്. എത്ര ഉറുപ്പികയാണോ ആവശ്യപ്പെടുന്നത് ആ ഉറുപ്പികയ്ക്ക് ഒരു പ്രോജക്റ്റിന് അനുസരിച്ചുള്ള ഒരു പ്രപ്പോസൽ ആയിരിക്കും അവർ വെക്കുന്നത്. അതിനകത്ത് ഞങ്ങളുടെ വിവിധ ധനകാര്യ കോർപ്പറേഷനുകളിലെ നിയമാവലി അനുസരിച്ചുള്ള വ്യത്യാസം അനുസരിച്ച് അവർക്ക് ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ ഒരു തുകയുണ്ടാവും. അത് കഴിച്ചുള്ള തുകയ്ക്കുള്ള പ്രപ്പോസൽ ആയിരിക്കണം അവർ നമ്മളോട് അപേക്ഷിക്കേണ്ടത്. അങ്ങനെ ഒരു വിശദമായ പ്രപ്പോസൽ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഈ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ക്ലിപ്തത വേണം. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നും ലോണായി സ്വീകരിക്കുന്ന തുകയ്ക്ക് പര്യാപ്തമായ രീതിയിലുള്ള വസ്തുജാമ്യമോ അതല്ലെങ്കിൽ ശമ്പള ജാമ്യമോ അതിനാവശ്യമായ രേഖകളും വെക്കേണ്ടി വരും. ഇതെല്ലാം തന്നെ നമ്മളുടെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട്, ഓരോ ധനകാര്യ കോർപ്പറേഷനും വ്യത്യസ്തമായ കാര്യങ്ങളാണ്, അതെല്ലാം അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ ഏത് ജില്ലാ ഓഫീസിൽ വിളിച്ചാലും അല്ലെങ്കിൽ മേഖലാ ഓഫീസിൽ വിളിച്ചാലും ഈ വിവരങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. എത്ര രൂപ വരെ നമുക്ക് വായ്പയായിട്ട് കിട്ടും? വ്യത്യസ്തമായ ധനകാര്യ കോർപ്പറേഷനുകൾ വ്യത്യസ്തമായ തുകയാണ് അപ്പർ ലിമിറ്റ് വന്നിരിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പറയാം, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ സ്റ്റിമുലേഷൻ അനുസരിച്ച് 50 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റുകൾക്ക് നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. ന്യൂനപക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ വരെ കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള കോർപ്പറേഷൻസ് പൊതുവെ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് പരമാവധി വരുന്നത്. പക്ഷെ ജനറൽ കാറ്റഗറി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും ഞങ്ങളുടെ കോർപ്പറേഷന്റെയും ഫണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങൾക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്നത് 5 ലക്ഷം രൂപയാണ്. ഇത് വ്യക്തിഗത വായ്പയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിഗത വായ്പ കൂടാതെ തന്നെ നമ്മൾക്ക് CDS മുഖേന കുടുംബശ്രീയുടെയും ഒക്കെ സ്വയം സഹായ സംഘങ്ങളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളത് അവരുടെ ഗ്രൂപ്പ് CDS മുഖേന ഒരു CDSന് 3 കോടി രൂപ വരെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അവരുടെ ചേർന്നുള്ള സംരംഭത്തിന് ലഘു വായ്പാ പദ്ധതി എന്ന് പറയും, അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിന്റെ പലിശ അങ്ങനെ അതും ഓരോ ഇതിനും വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും അത് വ്യത്യസ്തമാണ്. അത് വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു റേഞ്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4% മുതൽ പരമാവധി 8% വരെയാണ് നമ്മുടെ പലിശ റേഞ്ച് ചെയ്തത്. തിരിച്ചടയ്ക്കാനുള്ള ഒരു സമയപരിധി എങ്ങനെയാണ്? ഉണ്ട്. ഈ ലഘു വായ്പ പദ്ധതി മൈക്രോ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 വർഷത്തിനകം അത് അവര് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. പക്ഷെ പിന്നെ വ്യക്തിഗത വായ്പ 5 വർഷം വരെ. എന്നാൽ വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വായ്പ ഒരു കുട്ടിക്ക് സാധാരണഗതിക്ക് 4-5 വർഷമായിരിക്കണം ഒരു പ്രൊഫഷണൽ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് 6 മാസം കൂടെ നമ്മൾ മൊറട്ടോറിയം കൊടുക്കുന്ന പതിവുണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് മാത്രം അതിന്റെ തിരിച്ചടവ് മതി. ഈ വിദ്യാഭ്യാസ വായ്പ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് കൂടുതലായിട്ടും. അതും ഇതുപോലെ ദേശീയ ധനകാര്യ കോർപ്പറേഷനുകളുടെ സ്റ്റിമുലേഷൻസ് അനുസരിച്ചാണ് ചെയ്തു വരുന്നത്. ഇത് പെൺകുട്ടികൾക്ക് തന്നെയാണ് ഞങ്ങള്. പക്ഷെ ഞങ്ങളുടെ സ്ത്രീ എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡറിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ് വ്യക്തികൾക്കും ഞങ്ങളിപ്പോൾ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്നതിന് ആദ്യം വേണ്ടത് അഭിരുചിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാനിങ് ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഫണ്ട് വേണം. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു നൈപുണ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു നൈപുണ്യ വികസനത്തിനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും പരിപാടികളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്ക് 2 രീതിയിലാണ്. ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ സംരംഭം തുടങ്ങാൻ വരുന്ന ഒരാൾ കൺസൾട്ടൻസി വിങ് എന്ന് പറയുന്ന കുറച്ചുകൂടെ ഒരു ലാർജർ ക്യാൻവാസിൽ ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ ചെയ്തു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഗ്രാമങ്ങളിലുള്ള സെലക്ടഡ് ആൾക്കാർക്ക് സിറ്റി എന്ന് പറയുന്ന ഏജൻസിയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ അവർക്ക് സംരംഭകത്വ വികസന പരിശീലനം കൊടുക്കുന്നുണ്ട്. ഒരു 6 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ആ കോഴ്സ് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. അവർക്ക് പിന്നീട് ഞങ്ങൾ വായ്പ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണെന്നും അതെങ്ങനെ കൊണ്ട് നടത്തണമെന്നുമുള്ള ഒരു അത്യാവശ്യ
വിവരങ്ങളും പരിശീലനവും അവിടെ കിട്ടുകയാണ്. ഇത് ഈ വായ്പ എടുക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണോ? അങ്ങനെ ഞങ്ങൾ നിർബന്ധം വെച്ചിട്ടില്ല. കാരണം ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യാസമായിരിക്കും. നമ്മുടെ ഇവിടെ വായ്പ എടുക്കണമെങ്കിൽ ഇത് പഠിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ വായ്പ എടുക്കാൻ വരുന്നവർക്ക് നമ്മളൊരു അഭിമുഖം നടത്തുന്നുണ്ട്. 2 ഘട്ടത്തിൽ അഭിമുഖം നടത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മിനിമം ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. വ്യക്തിഗത വായ്പ അല്ലാതെ ഇപ്പൊ ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന ഒരു സംരംഭം, ആ ഒരു രീതിയിൽ വായ്പ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പുകൾ പൊതുവെ നമ്മളൊരു 3 വർഷത്തെ അവരുടെ പ്രവർത്തന രീതിയും മറ്റുമൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമാണ് ലോൺ കൊടുക്കുന്നത്. ചില സംരംഭങ്ങൾ വിജയിക്കും, ചില സംരംഭങ്ങൾ പരാജയപ്പെടും. നമ്മളിപ്പോ വായ്പ നൽകിയ ഒരു സംരംഭം പരാജയപ്പെട്ടു, അവർക്ക് തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോഴെന്താണ് അതിന്റെ തുടർ നടപടികൾ? ഇപ്പൊ സാധാരണഗതിക്ക് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധനകാര്യ കോർപ്പറേഷനുകളിലെ ലോൺ കൊണ്ട് അത് ഞങ്ങളും ലോണായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്കത് ഇവർക്ക് കൊടുക്കുകയാണ്. ഈ ലോൺ ഞങ്ങൾ തിരിച്ചടക്കേണ്ടതാണ്. അതും പലിശ സഹിതമാണ് തിരിച്ചടക്കേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് എഴുതി തള്ളുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നാൽ പോലും റിസ്ക് എന്ന് പറയുന്നത് ലൈഫിൽ എപ്പോഴും ഉള്ളത്. നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരാൾ ലോൺ എടുക്കുമ്പോൾ തന്നെ അവരുടെ ലോൺ നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി തുടക്കത്തിൽ നമ്മളൊരു ചെറിയ തുകയാണ് അവരുടെ കയ്യിൽ നിന്ന് അതായത് സ്ലാബ് അനുസരിച്ചാണ്. അത് പരമാവധി ഒരു 1000-1500 രൂപ വരെ വരുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങി ഈ റിസ്ക് ഫണ്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടേത് നിയന്ത്രണത്തിൽ നിൽക്കാത്ത കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ഞങ്ങളുടെ ബോർഡിൽ ഇതിന് നിയമാവലി പ്രത്യേകമുണ്ട്. ഈ റിസ്ക് ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് പ്രത്യേക നിയമാവലിയുണ്ട്. ആ നിയമാവലിയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിൽ ഞങ്ങൾക്ക് റൈറ്റ് ഓഫ് ചെയ്യാനോ ഇളവ് ചെയ്യാനോ ഒക്കെ നമുക്ക് പ്രൊവിഷൻസ് ഉണ്ട്. ആ രീതിയിലാണ് നമ്മളത് ചെയ്തു വരുന്നത്. പക്ഷെ തീർത്തും ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. മറിച്ച് നമ്മൾ ആ സാഹചര്യം പഠിച്ച് ബോർഡ് വളരെ വിശകലനം ചെയ്ത് തീരുമാനം എടുക്കുന്ന പതിവാണുള്ളത്. നമ്മൾ വായ്പ കൊടുത്ത സംരംഭങ്ങൾ ഇപ്പോൾ ഏത് നിലയിൽ പ്രവർത്തിക്കുന്നു, ആ ഒരു തരത്തിലുള്ള ഒരു പഠനം നടക്കാറുണ്ടോ? അങ്ങനത്തെ സ്റ്റോറീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ശ്രമം നടത്താറുണ്ട്. പക്ഷെ ഇത് കൂടാതെ ഒരു സ്ഥിരം സംവിധാനം സംസ്ഥാന സർക്കാരിന്റെ തന്നെ നയപരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന പ്ലാനിംഗ് ബോർഡ് ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ ഒരു തുടർച്ചയായിട്ട് ഫോളോ അപ്പം അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. അത് ഈ കൺസൾട്ടൻസി വിങ്ങിനോട് ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആലോചനയുണ്ട്. വിജയിക്കുന്നത് എന്തുകൊണ്ടാണെന്നും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കും കൂടെ ഉണ്ടാവും. അതുപോലെ അവർക്കും അത് നൽകാൻ സാധിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ തീർച്ചയായിട്ടും വരുന്ന തലമുറയ്ക്ക് കൊടുക്കാനും അവരെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് സഹായകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ സംരംഭങ്ങളെ പരാജയപ്പെടുന്നുള്ളൂ, സംരംഭകർ പരാജയപ്പെടുന്നില്ല ഒരിക്കലും ഉള്ളതാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മള് സ്ത്രീകളുടെ ഒരു സാമ്പത്തിക സ്വാശ്രയത്വത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വരുന്നത് എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കെങ്കിലും താമസിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും സുരക്ഷിതമായിട്ട് നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഇല്ലാതാവുക. ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന രീതിയിലായിരിക്കുമോ ഈ മിത്ര കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്? അതെ, വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളത് തുടക്കത്തിലുണ്ടായിരുന്നത്. 2016-17 തൊട്ടാണ് അതിനെ കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ഒക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ 3-4 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തു. പ്രധാനമായിട്ടും അതിനകത്ത് ഹോസ്റ്റൽ സൗകര്യം, പറഞ്ഞതുപോലെ ജോലി ചെയ്യുന്നിടത്ത് താമസിക്കാനുള്ള ഒരു സൗകര്യം, കുഞ്ഞുങ്ങളെയും കൂടെ ഒപ്പം താമസിപ്പിക്കാനുള്ള സൗകര്യമാണ് നമ്മൾ രണ്ടാമത് ആലോചിച്ചത്. മൂന്നാമതായിട്ട് 2-3 ദിവസത്തേക്ക് ഒരു പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനോ പോകുന്ന ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് ഹ്രസ്വകാലത്തേക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്ന അമ്മമാർക്ക് ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ എവിടെ ഏൽപ്പിക്കും, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃഷി സൗകര്യത്തെ പറ്റി ഞങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീ സ്വന്തം വീട്ടിൽ നിന്ന് മാറി ദൂരെ പോയി ജോലി ചെയ്യുമ്പോൾ അവൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ സമൂഹം ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ള ആലോചനയിൽ നിന്നാണ് ഈ 4 കാര്യങ്ങളും കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് ഞങ്ങൾ വനിതാ മിത്ര കേന്ദ്രം എന്നുള്ള ഒരു സംവിധാനം, ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. ഞങ്ങളുടെ നിലവിലുണ്ടായിരുന്ന ഹോസ്റ്റലുകളെ ഞങ്ങൾ അങ്ങനെയാക്കി പുതിയതായിട്ട് എടുക്കുന്ന എല്ലാ ഹോസ്റ്റലുകളിലും ഈ സൗകര്യങ്ങളും കൂടെ ചേർത്തു. അങ്ങനെ ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് 11 ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇതേ രീതിയിൽ പോകുന്നുണ്ട്. ഈ ഹോസ്റ്റലിന്റെ വിവരങ്ങളൊക്കെ സൈറ്റിൽ ലഭ്യമാണ്. ഇത് കൂടാതെ ഞങ്ങൾക്ക് 181 എന്ന് പറഞ്ഞ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വനിതാ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ വിവരങ്ങൾ അറിയാം. ഇതും കൂടാതെ നമ്മൾ സേഫ് സ്റ്റേ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മൊബൈൽ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ സേഫ് സ്റ്റേ ആപ്പ് ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഏത് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റും. അഥവാ ഇനി ഫോണിൽ ആപ്പ് ഇല്ല എന്നുള്ളത് വിഷമിക്കേണ്ട. വിമൻ ഹെൽപ്പ് ലൈൻ 181 എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ സംവിധാനമാണ്. ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. സേഫ് സ്റ്റേ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും.
ബുക്ക് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ പേയ്മെന്റ് കൊടുക്കാനും സാധിക്കും. ഇപ്പൊ ഷോർട്ട് സ്റ്റേ എന്ന് പറയുന്നത് നമ്മൾ എത്ര ദിവസമാണ് പറയുന്നത്? 3 ദിവസം വരെയാണ്. അപ്പൊ അതിന് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫെസിലിറ്റി നമ്മൾ പറയുന്നുണ്ട്. അതായത് റേറ്റ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് നമ്മൾ 300 രൂപയാണ്. 300 രൂപ തൊട്ട് മുകളിലേക്കാണ് പോകുന്നത്. അപ്പം ഓരോ റേറ്റിനനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങൾ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മള് സാമ്പത്തികം പറഞ്ഞു, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യേണ്ട കാര്യം പറഞ്ഞു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും ഒരുപക്ഷെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ആരോഗ്യം, ശുചിത്വം എന്നിവയൊക്കെ. ഷീപാഡ് പോലെയുള്ള പദ്ധതികൾ നടത്തിയതായിട്ട് കണ്ടു. നമ്മളിപ്പോ ഈ ഒരു ആർത്തവ സമയത്ത് കുറെ കൂടി ആളുകളോട് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുക, സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക. അതുപോലെ മെൻസ്ട്രൽ കപ്പുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഉണ്ട്. നമുക്കിത് 2 രീതിയിലാണ്. ഒന്ന് മുതിർന്ന സ്ത്രീകളുടെ പറഞ്ഞ പോലെ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗം വരുന്നത് മുതിർന്ന സ്ത്രീകളിലാണെങ്കിൽ കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഷീപാഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. രണ്ടിനും നമ്മളെ സഹായിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്ക് നമ്മൾ ഗുണമേന്മയുള്ള സാനിറ്ററി പാഡ്, ഈ സാനിറ്ററി പാഡ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ അലമാരകള്, അതേപോലെ തന്നെ ഉപയോഗിച്ച സാനിറ്ററി പാഡ് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ, അതായത് കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഇൻസിനറേറ്റർ, നാപ്കിൻ ഡിസ്ട്രോയറുകൾ ഇത്രയും സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ഈ ഷീപാഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഷീപാഡ് പദ്ധതിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ ഈ സാധന സാമഗ്രികൾ കൊടുക്കുകയാണെങ്കിൽ മറുഭാഗത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആർത്തവ ശുചിത്വം പാലിക്കേണ്ടതുണ്ടെന്നും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണെന്നും ഏതാണെന്നും ഒക്കെ കുഞ്ഞുങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ സ്കൂളുകളിൽ ചെന്നിട്ട് ആർത്തവ ശുചിത്വ പരിപാലന പദ്ധതി എന്നുള്ളതാണ് ഈ ഷീപാഡിന്റെ ശരിക്കുമുള്ള പേര്. ഇതിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ് ഷീപാഡ് എന്നുള്ളത്. മറുഭാഗത്ത് വരുന്ന കുഞ്ഞുങ്ങളിലെ ഈ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് പദ്ധതിയാണ് അത്. ഇത് കൂടാതെയാണ് മുതിർന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ആരോഗ്യം, ശുചിത്വം, അതോടൊപ്പം തന്നെ എൻവയോൺമെന്റിന്റെ സംരക്ഷണം കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് നമ്മളിത് കൊടുക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു പ്രധാന ചുമതലയായിട്ട് കാണുന്നുണ്ട്. ആ രീതിയിൽ അതിനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് അത് എത്തും ഉടനെ തന്നെ നമുക്ക് അങ്ങനെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. 2009 ആരംഭിച്ച റീച്ച് എന്ന പദ്ധതി, ആ റീച്ചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി നമുക്കൊന്ന് പറഞ്ഞാലോ? റീച്ച് അഥവാ റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാഡമി ഫോർ കരിയർ ഹെയ്റ്റ്സ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. സ്ത്രീകളുടെ ഒരു എംപ്ലോയബിലിറ്റി, ഒരാളെ ഒരു പ്രത്യേക തൊഴിലെടുക്കാൻ അനുയോജ്യമാക്കുന്ന രീതിയിൽ അവളെ പരിശീലിപ്പിക്കാം. അപ്പൊ അതോടൊപ്പം തന്നെ തൊഴിൽ നൈപുണ്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 രീതിയിലാണ്. ചിലത് നമ്മൾ ഫിനിഷിംഗ് പ്രോഗ്രാം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നഴ്സുമാർക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് സ്കിൽ പ്രോഗ്രാം, പ്രൊഫഷണൽ നഴ്സസിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അന്തർദേശീയ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ ജോലി ചെയ്യാനായിട്ട് ഒരു ഗ്രാജുവേറ്റ് നഴ്സിനെ അല്ലെങ്കിൽ ഒരു ജനറൽ നഴ്സിനെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഫിനിഷിംഗ് പ്രോഗ്രാമാണ്. അതിന്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പൊ 80ഓളം കുട്ടികളുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയതായിട്ട് അടുത്ത ബാച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലീഗൽ എയ്ഡ് പ്രോഗ്രാംസ് ഉണ്ടോ? നമ്മൾ നേരിട്ട് ലീഗൽ എയ്ഡ് പ്രോഗ്രാം ഇല്ല. വിമൻ ഹെൽപ്പ് ലൈൻ എന്ന് അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. 181 എന്ന് പറയുന്ന ടോൾ ഫ്രീ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ 181 WHL. ഈ 181 ഹെൽപ്പ് ലൈനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സഹായങ്ങളെ സ്ത്രീക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിയമസഹായം എത്തിച്ചു കൊടുക്കുന്നത്. നിയമസഹായം മാത്രമല്ല, പോലീസ് സഹായം, ആംബുലൻസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ, അതല്ല ആശുപത്രി സഹായമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, ഏതാണോ ആ വിളിക്കുന്ന സ്ത്രീക്ക് ആവശ്യം അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നേരിട്ടൊരു ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞുകൂടാ. മറ്റൊരു പ്രത്യേകത 181 എന്ന് പറഞ്ഞാൽ പോലീസിലേക്കൊരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ വിളിക്കുന്നു, 181 ഹെൽപ്പ് ലൈൻ അതോടുകൂടി പിൻവാങ്ങുന്നില്ല. മറിച്ച് ആ സഹായം അവർക്ക് കിട്ടിയോ എന്ന് തുടർ അന്വേഷണം നടത്തിക്കൊണ്ട് അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് 181 ഹെൽപ്പ് ലൈനിന്റെ ഒരു വലിയ പ്രത്യേകത. ഒരു സ്ത്രീയിലൂടെയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ വനമിത്ര പദ്ധതി എന്ന് പറയുന്നത് ആദിവാസി സ്ത്രീകളിലൂടെ ആ ഒരു സമൂഹത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്തതാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 1988 വന്നെങ്കിലും ആദിവാസി അല്ലെങ്കിൽ പട്ടികവർഗ വനിതകളുടെ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ അതുവരെ സാധിച്ചിരുന്നില്ല. 2016-17 വരെ ആ ഒരു ഇതിലാണ് 2016-17 ഞങ്ങളുടെ ബോർഡ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി വേണമെന്ന് കാണുകയും അങ്ങനെ പേരാമ്പ്ര ചക്കിട്ടപ്പാറയിലുള്ള മുതുകാട് ആദിവാസി സെറ്റിൽമെന്റ് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ അതൊരു ചെറിയൊരു കോളനിയാണ്. ചെറിയൊരു കോളനി എന്നിട്ട് 4 നഗരങ്ങൾ ചേർന്ന ആ ഒരു സെറ്റിൽമെന്റിലാണ് നമ്മൾ ഇതിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. അതിനകത്ത് നമ്മൾ 18-നും 55-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക്
പരമ്പരാഗതമായിട്ട് അവർ അനുഷ്ഠിച്ചു വരുന്ന തൊഴിലുകളിലും അതോടൊപ്പം തന്നെ ആധുനികമായ തൊഴിലുകളിലും അവർക്ക് പരിചയം അതുവരെ ഇല്ലാതിരുന്ന തൊഴിലുകളിലും ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. ഈ തൊഴിൽ നൈപുണ്യം കൊടുത്ത് അവർ തൊഴിൽ ചെയ്ത് അവർ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വീടിനുള്ളിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. അപ്പൊ ഇതിനകത്തെ ഒരു 90% സ്ത്രീകളെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റി. വിവിധ രീതിയിലുള്ള തൊഴിൽ നൈപുണ്യമാണ് നമ്മൾ കൊടുത്തത്. അതിൽ തയ്യലുണ്ട്, പ്രധാനമായിട്ട് തേനീച്ച വളർത്തലുണ്ട്, പശു വളർത്തലുണ്ട്, പല രീതിയിലുള്ളത് കൊടുത്തു. ചിലരത് തന്നെ തുടരുന്നുണ്ട്. പക്ഷെ കൊഴിഞ്ഞുപോക്ക് കൂടുതലാണ്. അതിൽ നിന്നുള്ള പാഠങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിലായിരിക്കും അടുത്ത ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പദ്ധതി നടപ്പാക്കുക. ഇനി കൂട്ടുകാരിയുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? ഒരു സ്ത്രീ അവളുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയേണ്ടതുണ്ട്, അവളുടെ വ്യക്തിത്വം തിരിച്ചറിയേണ്ടതുണ്ട്. ആ വ്യക്തിത്വവും അവളുടെ കഴിവുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾക്ക് എത്രത്തോളം വളരാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കി ആ ഉയരത്തിൽ എത്താനായിട്ടുള്ള ശ്രമം അവൾ നടത്തേണ്ടതുണ്ട്. അത് ബോധപൂർവമുള്ള ശ്രമം തന്നെയായിരിക്കണം. കാരണം നമ്മുടെ സമൂഹം എല്ലായ്പ്പോഴും നമുക്ക് വളരാനുള്ള സാഹചര്യം തരണം എന്നില്ല. പക്ഷെ ആ സാഹചര്യം, ഏത് സാഹചര്യമായാലും നമുക്ക് വളരാനും നമ്മളിലൂടെ നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള ജീവിതവും സാഹചര്യവും കൊടുക്കുന്ന രീതിയിൽ ആയിത്തീരാനുള്ള ബോധപൂർവമായ ശ്രമം സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ബിന്ദു വി സിയുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ